ഗൈസ് നമ്മുടെ വീട്ടിൽ നിന്നൊരു അതിഥികൾ വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ഷീറുവിൻ്റെ അമ്മയാണ്. ഷീറുവിനെ ഞങ്ങൾക്ക് അറിയുന്നല്ലോ, കാരണം എൻ്റെ കസിൻ്റെ മകളാണ്. എൻ്റെ കസിനാണ് വന്നിട്ടുള്ളത്. കണ്ടോ, കസിനാണ്. ഷീറുവിനെ കണ്ടോ? അറിയില്ലടാ, അവിടെ എങ്ങനെ ഉപ്പുണ്ടാവും. എവിടെ നിന്ന് ഷീറൊന്നും നോക്കിയിട്ടാണ്. ഷീറുവിനെ കാണാൻ തന്നെ അല്ല. അവിടെ എങ്ങോട്ടെങ്കിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും. ഷീറു 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 അവിടെ എല്ലാം ഷീറുല്ല. അയ്യോ ഗൈസ്, ഷീറുവിനെ കാണാനില്ല, മിസ്സിങ് ആണ്. നമുക്കിനി എന്തായാലും ഒരു വഴിയുള്ളൂ, ഷീറുവിനെ കണ്ടുപിടിക്കാൻ പോവാണ് ഗൈസ്. വേഗം പോവാ. അവളുടെ അമ്മയും വരുന്നുണ്ട്. അവളുടെ അമ്മ ആ വണ്ടിയിൽ പോവും, നമ്മൾ ഈ വണ്ടിയിൽ പോവും ഗൈസ്. ഇതിൻ്റെ ഇടയിൽ വെച്ചാൽ ഈ രണ്ട് വണ്ടി കാരണം എടുക്കാനും പറ്റുന്നില്ല ഗൈസ്. എടുത്ത് കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. നമ്മൾ അവിടുന്ന് കഴിച്ചില്ലായി വേഗം വന്ന് വണ്ടികൾക്ക് ഷീറുവിനെ ഒപ്പമാണ്. ഈ ടൈമിലൊക്കെ ഷീറു വരാറുള്ളത് കോമൺലി എൻ്റെ മറ്റേ അനിരുദ്ധിൻ്റെ വീട്ടിലേക്കും. അവൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഏറ്റവും കൂടുതൽ കൂടെ നടക്കുന്ന മറ്റേ ഫ്രെഡിയുടെ അടുത്ത് കൊടുത്തപ്പോൾ അവൻ്റെ കൂടെയാണ് നേരെ കടക്കില്ല. നമ്മുടെ പഴയ വീട് ഇപ്പോൾ റെൻറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. സോ ആ വീട്ടിലേക്കല്ല ചെന്നിട്ടുണ്ടാവുക, നമ്മളെ നേരെ ആ വീട്ടിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ ഫ്രെഡി കിടക്കുന്ന വീട്ടിലായിരിക്കും പോയിട്ടുണ്ടാവുക. നോക്കി നോക്കിട്ട് അവിടെ നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആ വണ്ടി വന്ന് കയറി. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പോവാം. നമുക്ക് നമ്മളെ റെൻറ്റിന് കൊടുത്ത വീട്ടിലേക്ക് എങ്ങാനുണ്ട് അവൾ അറിയാണ്ട് കയറിപ്പോയോന്ന് അറിയത്തില്ല. കാരണം റെൻറ്റിന് കൊടുത്തൊക്കെ അവൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ വീട്ടിലല്ല ഇവൻ, ഈ വീട്ടിലാണെന്ന് മാത്രമേ അവൾക്ക് അറിയാറുള്ളൂ. ഇപ്പോൾ ഇവനെ ഈ വീട്ടിൽ കാണത്തോണ്ട് അങ്ങോട്ട് പോയോന്നൊന്നും അറിയത്തില്ല. വേഗം പോകണം. അവളുടെ അമ്മ വെച്ച കരച്ചിലാണ്. നമുക്കിനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടണം. നമുക്കിനി ആ റെൻറ്റിന് കൊടുക്കുന്ന ആ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചു, ഷീറുവിനെ കാണണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ. എന്താടാ ഇല്ലേ നമ്മൾ എന്ത് കാട്ടും? പക്ഷെ എന്നാലും നീ വണ്ടി കൊണ്ട് പോയിട്ട് സെർച്ച് ചെയ്തോ. ഡൈനോസർ പാർക്കില്ലേ, ജുറാസിക് പാർക്കിൻ്റെ അറ്റത്തൊക്കെ പോയി നോക്കി നോക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും അവൾ കയറൂല. ഞാൻ എന്തായാലും ന്യൂ സിറ്റിക്ക് വരെ ഒന്ന് പോയി നോക്കട്ടെ. ഇല്ലെങ്കിൽ ഭയങ്കര പണിയാണ്, സീനാണ്, മിസ്സിങ് ആണ്. ഇവിടെ ആർക്കും അറിയില്ല ഷീറു അവിടെയെന്ന്. നമുക്ക് എന്തായാലും എൻ്റെ ട്രാക്ക് വഴി എൻ്റെ പഴയ വണ്ടി അവിടെ കിടപ്പുള്ളതെന്ന് നോക്കാം. നമ്മൾ അടിച്ചുകൊടുക്കുന്നുണ്ട്. മുന്നിലാണോ? മുന്നിലോ? ഓ ചിലപ്പോൾ അന്ന് മുകളിൽ വെച്ചിരുന്ന വണ്ടി. എന്തായാലും കമ്പി വെല്ലം എടുത്ത് മോൾക്കൊക്കെ തട്ട് കൊടുത്തതാക്കാം, അല്ലാണ്ട് ഇനി വേറെ വഴിയില്ല. ഞാൻ ഫോണിൽ നോക്കട്ടെ ഏത് അറ്റത്താണ് കിടക്കണത് കറക്റ്റ്. ഇത് ഗൈസ് ഇവിടെ തന്നെയാണ് തട്ടി ഗൈസ്. നമ്മൾ ഇപ്പോൾ താഴേക്കെത്തി. വണ്ടിക്ക് നേരം നമ്മൾ എടാ നീ അപ്പോഴേക്ക് അതുവഴി ഒന്ന് പോയിട്ട് കേട്ടോ. ശരി. ഞാൻ എന്തായാലും ഇതുവഴി നേരെ റെയിൽവേ ട്രാക്കിലേക്കൊക്കെ പോയിട്ട് അവിടുന്ന് നേരെ നമ്മൾ ഷീറുവിനെ കാണാൻ നമ്മുടെ ന്യൂ സിറ്റിക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ഷീറു അവിടെ ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം ഷീറു മിസ്സിങ് ആയി ഗൈസ്. എന്തായാലും നമുക്ക് ന്യൂ സിറ്റിക്കൊക്കെ ഒന്ന് പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. ന്യൂ സിറ്റിയിൽ കുറച്ച് സ്ഥലം അറിയത്തുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. എന്നാലും നോക്കുകയാണ്. ഷീറു എന്തായാലും ഒറ്റ വഴിയുള്ളൂ, അത് ആ ഹോസ്റ്റലാണ്. അവളുടെ കൂട്ടുകാരികളൊക്കെ ആ ഹോസ്റ്റലിലേക്കാണ് മാറിയത്. അവൾ മാത്രം ഗൾഫിലേക്ക് ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ് ഗൾഫ്. അപ്പോൾ ഗൈസ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു, പക്ഷെ അവരില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഷീറുവിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, മിസ്സിങ്ങാണെന്ന് വെറുതെ കാണിക്കാൻ. ഇല്ലെങ്കിൽ വല്ലവരും അറിയുന്നെങ്കിൽ അന്ന് കണ്ടുപിടിച്ചോളും. നമ്മളിപ്പോൾ ഇപ്പം എന്താ കാട്ടുക? ആരെ വിളിച്ചിട്ടുണ്ടല്ലോ. ഒക്കെ ആകെ പ്രശ്നമാണ്. ഗുണ്ടകളാണ് പൊളിച്ച്. മറ്റേ ഫെർണാണ്ടോസാണ്. അവന്മാരൊക്കെ പാടെ നമ്മളെ ഷീറുവിനെ എയർപോർട്ടിൻ്റെ അകത്തൊക്കെ 30 കോടി കൊണ്ട് എത്തില്ലെങ്കിൽ പിടിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 30 കോടിയൊന്നുമില്ല അടുത്ത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് നോക്കുകയാണ്.
ഇവിടെ വണ്ടി പാർക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പം പണിയും. പോലീസൊക്കെ കണ്ടോന്ന്. അപ്പോൾ ഗൈസ് ചെക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇവരാണ് ഗൈസ് ഇവർ എയർപ്ലെയിനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഗൈസ് വേഗം ഓടിയിട്ട് ഫോണിൽ പോലീസിനെ വിളിക്കാൻ നോക്കാം ഗൈസ്, ഇല്ലാണ്ട് പണിയാവും. പോലീസിനെ വിളി പോലീസ് 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 പോലീസിനെ കാണാനല്ലേ. നമ്പർ ചാറ്റ് ചെയ്യണില്ലെങ്കിൽ ഭയങ്കര പണിയാവും ഗൈസ്. ഉറപ്പാണ് അത് വിഷയമാവുന്നത്. ഷീറു പോലീസിന് മെസ്സേജൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എടാ നീയൊക്കെ കൂടി ഷീറുവിനെ ഒളിപ്പിച്ച് വെക്കുന്നുള്ള എടാ കഴിച്ച് നമ്മളെ തല്ലാണ് കഴിച്ച്. പണി പാളുന്ന കഴിച്ച് അവിടെ നാട്ടുകാർ നോക്കി വന്ന് കഴിച്ച് എന്താ പാട്ട് കഴിച്ച്. അയ്യോ പണി. അപ്പോൾ കഴിച്ച് നമ്മൾ കൃത്യസമയത്ത് പോലീസ് വന്നുകൊണ്ട് നമുക്ക് അധികം പ്രശ്നമില്ല, കഴിച്ചിലായി. പിന്നെ പോലീസ് വന്ന് അവരൊക്കെ അറസ്റ്റ് ചെയ്തു. നമ്മൾ പോലീസിന് മെസ്സേജ് കൊടുത്തില്ലേ, തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനാണ്. അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളിതായി. കഴിച്ച് ഷീറു അപ്പോൾ പോരിനടിക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വരുന്ന അങ്ങനെ പിന്നെ വാലൊക്കെ പോരിനടിക്ക് ഒന്ന് ഇതായി എന്നും മേടിച്ചിട്ട് കഴിച്ച്. അപ്പോൾ പോലീസുകാരൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് വന്ന് ഒപ്പിട്ടിട്ട് പോകാനാണ് പറയുന്നത്. നമുക്ക് വേഗം ഒപ്പിട്ടാം. അവന്മാരെ ജയിലിൻ്റെ അകത്ത് കിടക്കൊണ്ട് കഴിച്ച്. അവന്മാർ കാണുമ്പോൾ കൊല്ലാണ് കഴിച്ച്. ഞാൻ എന്തിനിപ്പോൾ ഞാൻ കയറിയത് കഴിച്ച് ഒപ്പിട്ട് കഴിച്ച്. അവന്മാർ കാലി കയറും കഴിച്ച്. പുറത്തുള്ള പോലീസൊന്നും വേണ്ട, ഞാൻ കയറി ചെന്ന് അടിക്കാൻ പോകും കഴിച്ച്. അയ്യോ മൊത്തം ഉമ്മാരടിക്കേണ്ട കേസ്. എന്താ അറിയില്ല, നല്ല വേനാണ്, നല്ല വേന. കഴിഞ്ഞ വർഷം ഉമ്മാരോടൊന്നും തല്ലുകൊണ്ടാണ് നല്ല വേനുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാല്ലെങ്കിൽ ഉറപ്പാ പണിയാവും. ഒരുത്തനെ കൂടി ഇടിച്ചിട്ട് അയ്യോ നമുക്കിവിടെ നിന്ന് പോവാ കേസ്, ഇല്ലെങ്കിൽ സീനാവും, പക്ക സീനാവും കേസ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.